ഇതിനകത്ത് വെറും ഡ്രഗ്സ് മാത്രമല്ല, ഡൈവേഴ്സിൽ ഇന്ന് നമ്മുടെ ഫാമിലി കേരളം വളരെയധികം മുമ്പിൽ. ഇപ്പൊ ഡ്രഗ്സിന്റെ കാര്യത്തിലും നമ്മൾ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുക. പക്ഷെ പിടിച്ചതെല്ലാം ഒരു പിടി മാത്രം. അവിടെ പൂരം നടക്കുമ്പോൾ ആ പൂര പറമ്പിന്റെ അപ്പുറത്തെ സൈഡുകളിൽ എന്തൊക്കെയാണ് പൂരങ്ങൾ നടന്നത്? എന്താ, ചെറിയ പാമ്പുകൾ മാത്രമേ പിടിക്കുന്നുള്ളൂ. വലിയ പാമ്പുകളൊക്കെ മാളത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. 10,000-കണക്കിന് വരുന്ന ആൾക്കാർ തടിച്ചുകൂടുന്ന ഗാനമേള കേട്ടിട്ടുണ്ട്. കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് കാണാൻ വേണ്ടി 10,000 തടിച്ചുകൂടെ കണ്ടിട്ടുണ്ട്. ഞാനൊരു നാടകക്കാരൻ കൂടിയാണ്. ഇതെല്ലാം വൈബാണ്. ഹലോ വ്യൂവേഴ്സ്, നമസ്കാരം. വെൽക്കം ടു ഇന്ത്യൻ സിനിമ ഗാലറി. മലയാളികൾ കുറച്ചധികം നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി, ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി ഇറങ്ങുന്ന ഒരു സിനിമയാണ് ദി റിയൽ കേരള സ്റ്റോറി. സിനിമയുടെ വിശേഷങ്ങളിൽ കടക്കാം. നമ്മുടെ അഭിനേതാക്കൾ നമ്മളുണ്ട്. നമുക്കത് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. സോ ദി റിയൽ കേരള സ്റ്റോറി, നമുക്ക് ആ പേര് കേട്ട് വളരെ ഫെമിലിയർ ആണ്. പക്ഷെ വളരെ നാളായിട്ട് നമ്മൾ കേട്ടും കണ്ടും കാണുന്ന ഒരുപാട് കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു പ്രാധാന്യമുള്ളൊരു മൂവിയാണ്. ഐ തിങ്ക് മോർ ദൻ ദി നമ്പേഴ്സ് ദാറ്റ് ഇറ്റ് ഇസ് ഗോണ ഏൺ, കുറച്ച് വാല്യൂസ് അടങ്ങുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. സാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു വിഷയത്തിൽ നിന്ന് വരുമ്പോഴേക്കും അതിൻ്റെ മെയിൻ ഐഡിയ തന്നെ നമുക്കറിയാം. ആ ഒരു ടോപ്പിക്കിലേക്ക് അത്തരം ഒരു സിനിമയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സ്ട്രൈക്കിംഗ് ആയിട്ട് അട്രാക്ട് ചെയ്തത് ഈ സിനിമയിലേക്ക്? എനിക്കൊന്ന് കുറേ പേർക്ക് അറിയായിരിക്കും, കഴിഞ്ഞ 18 വർഷം കൊണ്ട് 2000-ഓളം ആൻറ്റി ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള കൗൺസിലിംഗ് ഷോകൾ കേരളത്തിൽ പല സ്കൂളുകൾ, കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തിയിട്ടുണ്ട്. എക്സൈസിൻ്റെ ആണെങ്കിലും പോലീസ്, സ്റ്റുഡൻറ്റ് പോലീസ് കേഡ്സ്, ജനമൈത്രി പോലീസ്. അപ്പോൾ ഞങ്ങൾ അന്നെല്ലാം വാൺ ചെയ്തതും ഒരുപാട് സന്ദേശങ്ങൾ കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ലൈഫിൽ തന്നെ എക്സൈസ് കമ്മീഷണറൊക്കെ ഇരിക്കുന്ന വേദിയിൽ തന്നെ പല കുട്ടികളും ഈ ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ, പലരും വന്നിട്ട് ചുണ്ടിൻ്റെ ഇടയിൽ നിന്ന്, അന്ന് ശംഭു പാൻപരാണ് കുറച്ചുകൂടെ മുമ്പേ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ ആ ടൈറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇതിനകത്ത് വെറും ഡ്രഗ്സ് മാത്രമല്ല, ഇന്നത്തെ കേരളത്തിലെ ഒരു ഫാമിലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ആസ്പെക്ട്സുകളും ഈ ഫിലിമിലുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് മെസ്സേജസ്, സോഷ്യൽ മെസ്സേജ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൈവേഴ്സിൽ ഇന്ന് നമ്മുടെ ഫാമിലി കേരളം വളരെയധികം മുമ്പിലാണ്, അല്ലേ? ഇപ്പോൾ ഡ്രഗ്സിൻ്റെ കാര്യത്തിലും നമ്മൾ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്കൊരു വെളിപാടുണ്ടായി കുറേ എല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പിടിച്ചതെല്ലാം ഒരു പിടി മാത്രം. ഇന്നലെ തന്നെ പൂരം, തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ അവിടെ പൂരം നടക്കുമ്പോൾ ആ പൂര പറമ്പിൻ്റെ അപ്പുറത്തെ സൈഡുകളിൽ എന്തൊക്കെയാണ് പൂരങ്ങൾ നടന്നത് കുറേ വിഷ്വൽസ് വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ യൂത്ത് നശിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് നമ്മളൊന്ന് ഓർക്കണം. ഞാനിപ്പോൾ എൻ്റെ ഇത് 28ാമത്തെ ഫിലിമാണ്. ഞാനിപ്പോൾ 3 ഫിലിം ഡ്രഗ്സിൻ്റെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബോംബെയിലുള്ള മലയാളിയായിട്ടുള്ള, ബോംബെ എന്ന് പറയുന്ന അണ്ടർവേൾഡാണ്, അവിടെ എല്ലാം ഇതൊക്കെ സുലഭമാണ്. അപ്പോൾ അവിടെ ഒന്നും ഹിന്ദിയിലോ ഒന്നും എടുക്കാതെ, ആ സിനിമ എടുക്കാതെ മലയാളികൾക്ക് വേണ്ടിയായിട്ട് മലയാളത്തിനെ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളികളിൽ ഒരാളായിട്ടുള്ള ജയകുമാർ സാർ എന്ന് പറയുന്നത് അദ്ദേഹം ഇതിൻ്റെ കഥ സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി, നമ്മുടെ മലയാളി കുട്ടികൾ വഴിതെറ്റരുത്, അവർ തകരരുത്, ഒരു തലമുറ തകർന്നു കഴിഞ്ഞാൽ ഇനി അധികം വരുന്ന അടുത്ത തലമുറ ഏറ്റവും കൂടുതൽ നശിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് കൊണ്ട് എന്നോട് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നായകൻ ഇരിപ്പുണ്ട്, അടുത്ത നായകൻ സന്തോഷ് ഇരിപ്പുണ്ട്, എല്ലാവരും സംഗതികളുണ്ട്. പക്ഷെ എൻ്റെ ഒരു റോളെന്ന് പറയുന്ന ഒരു പള്ളിയിലച്ഛൻ എന്ന് പറയുന്ന ആ ഒരു റോള്, അത് ഒരുപാട് ഡെപ്തിലൂടെ പോകുന്ന കാര്യങ്ങൾ പോകുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രഗ്സ് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പള്ളിയിലച്ഛന് ഒരു ഫാമിലിയിലെയും സമൂഹത്തിലെയും ഒരുപാട് കാര്യങ്ങൾ അറിയാം, പലതും തുറന്നു പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയും, സിനിമയ്ക്കുള്ളിലെ കുറേ കാര്യങ്ങൾ അറിയും. അപ്പം അത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ബേണിംഗ് ആയിട്ടുള്ള ഒരു, പക്ഷേ ഇത് കുറേ കുട്ടികളും ഫാമിലിയും സ്വീകരിക്കുകയാണ്. നമ്മുടെ സിനിമയ്ക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. സ്വീകരിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ് ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ പ്രോമിനൻ്റ് ആയിട്ട് എടുത്തു കാണുന്ന വിഷയമാണ് ഇപ്പോൾ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിയിലൊരു ലെയറിൽ വരുമ്പോൾ ഈവൻ നമ്മുടെ ഫാമിലി ഇഷ്യൂസും ഈ ഡൈവോഴ്സ് കേസും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടും റീസൺസ് ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഉണ്ടാവേണ്ട ഒരു ബോണ്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് പേരൻസ് ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതെന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാമിന് തോന്നിയിട്ടുണ്ടോ? അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ബിക്കോസ് ആ വളർന്നു വരുന്ന കുട്ടികളാണല്ലോ പിന്നീട് പുറത്തേക്ക് പോയിട്ടും ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. സോ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് മാമിൻ്റെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം പേരൻസും കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും അമ്മയ്ക്കും അച്ഛനും തിരിച്ചറിയാൻ പറ്റും. അത് പറ്റാതെ വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ അവരുടെ ലോകത്തിൽ, പേരൻസ് അവരുടെ ലോകത്തിൽ, പേരൻസിന് അവരുടേതായ തിരക്കുകൾ ഉണ്ടാവും,
ഇപ്പൊ പ്രത്യേകിച്ച് ഈ മൊബൈൽ ഇന്നത്തെ ഈ വന്നുകൊണ്ട് എല്ലാവരും അവരവരുടെ ലോകത്തിലേക്ക് അടുത്തടുത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരവരുടെ ലോകത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമുക്ക് അവരുമായിട്ടൊരു ബോണ്ടിങ് വേണം. പക്ഷെ നമ്മൾ കുട്ടികളെ ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെയും റീച്ചിന് അപ്പുറത്താണ്, കൺട്രോളിന് അപ്പുറത്താണ്. ഒറ്റ കാര്യമുള്ളൂ, പരസ്പരമുള്ള വിശ്വാസം, ട്രസ്റ്റ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കാരണം നമുക്ക് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ പിയർ പ്രഷർ അങ്ങനെയാണ്. ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇത് ഈസിലി അവൈലബിൾ ആണ് ഈ സാധനമൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാനിത് സ്കൂളിൽ എൻ്റെ കുട്ടികൾ പഠിക്കുമ്പോൾ മുതൽ ഞാനിത് കേൾക്കുന്നുണ്ട്. ഫ്രണ്ട്സ് സ്കൂളിൽ കൊണ്ടുവരുന്നതും ബാത്റൂമിൽ വെച്ച് ഇത് യൂസ് ചെയ്യുന്നതും. നമുക്ക് ചെയ്യരുതെന്ന് കുറെ ഫോഴ്സ്ഫുള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അതിന്റെ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ അതിന് വരുന്ന പ്രശ്നങ്ങളോ അതിനെക്കുറിച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവരെ അതിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഒരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ തീർച്ചയായും. ഇതന്നെ പറഞ്ഞ ഒരു ഡയലോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്നൊരു കുടുംബത്തിനകത്ത് വളരെ അടുത്തിരിക്കുകയാണെങ്കിലും പലരും അകലങ്ങളിലാണ്, അല്ലേ? തീർച്ചയായും അടുത്താണ് ഇരിക്കുന്നത്, ഹസ്ബൻഡ് വൈഫ് മക്കളൊക്കെ അടുത്തായിരിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, അതിലൂടെ അവർ വളരെ അകലങ്ങളിലാണ്. ഇവർ തമ്മിൽ അടുപ്പം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ. അത് പൊതുവെ എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാരായിട്ടുള്ള മക്കളിൽ അത് ഒരുപാട് കാണാനുണ്ട്. കാരണം നമ്മൾ ആ ഫോൺ പിടിച്ചിട്ട് മാറി ഒരു സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഏജിന്റെ പ്രശ്നമല്ല. 60 വയസ്സായാലും 50, 55 അമ്മമാര് അത് റീല് നമുക്ക് കുറ്റം പറയാനില്ല. ഈസിലി അവൈലബിൾ ആണ് ഈ സംഭവം. അത് ഇൻട്രസ്റ്റിംഗ് ആണ്, എന്റർടൈനിങ് ആണ്. ടിവിയുടെ മുമ്പ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ അറിയാതെ അഡിക്റ്റ് ആയി പോവാണ്. ഇപ്പോഴത്തെ ഒരു ഡ്രഗ് അഡിക്ഷൻ പോലെ തന്നെ പ്രശ്നമുള്ളതാണ് അത് നമ്മൾ ശരിക്കും നമ്മുടെ ബ്രെയിനെ പോലെ എഫക്ട്. കാരണം ഈ ഷോർട്ട് വീഡിയോസ് കണ്ടേ നമുക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഒരു ലോങ് ടൈമിലൊക്കെ. ഇപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഇവിടെ ആളുണ്ട്. എനിക്കൊന്ന് ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഇതായിരുന്നു അല്ലേ? ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്ര ഫെമിലിയർ അല്ലായിരുന്നു. ഇത് പ്രോമിനന്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ്. ഏത്? ഇതിനു മുമ്പ് ടീച്ചർ എന്നൊരു ഫിലിം ചെയ്തിട്ടുണ്ട് അമല കൂടെ. പ്രിയൻ സാറിന്റെ പടം തമിഴില് അപ്പത്താന്നൊരു പടം ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിലാണ് കുറച്ചുകൂടെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു നായകൻ ഒരു കൈൻഡ് ഓഫ് ലീഡ് റോളാണ് അല്ലേ ഇതിൽ. അപ്പോൾ ആ ഒരു ഷൂട്ടിംഗ് സമയത്തുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാരണം എസ്പെഷ്യലി ഈ ഒരു നല്ലൊരു തീം പറയുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഷൂട്ടിങ്ങിന്റെ സമയത്തുള്ള ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഷൂട്ടിങ്ങിന് സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, ഞാൻ ഇവർ രണ്ടുപേരുടെയും പെർഫോമൻസും അവരുടെ ഒരു കെമിസ്ട്രി വർക്കായത്, അതാണ് ഞാൻ കൂടുതൽ ഇരുന്ന് എൻജോയ് ചെയ്തത്. എനിക്ക് വർക്ക് ചെയ്യാൻ ഈസി ആയിരുന്നു. എനിക്ക് ഡയറക്ടർ സാറ് പറയുന്നത് അങ്ങ് ചെയ്താൽ മതി. ആൻഡ് ഞാൻ കൂടുതൽ ലേൺ ചെയ്തത് സെറ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ കണ്ട് ലേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ സന്തോഷമായിട്ടും തന്നെ ചേച്ചിയും എനിക്ക് ഓഫ് സ്ക്രീൻ എത്രത്തോളം ഫ്രണ്ട്ലി ആണോ അതേപോലെ ഓൺ സ്ക്രീൻ അവരുടെ സിൻസിയാരിറ്റി, അവരുടെ ഒരു ഡിസിപ്ലിൻ ഇൻ ദ ഫീൽഡ്, അതിപ്പോൾ എനിക്ക് കാണാൻ പറ്റി. ഓൺ സ്ക്രീൻ വരുമ്പോൾ ഇവരാണോ ഓഫ് സ്ക്രീനിൽ എൻ്റെ കൂടെ ഇത്രയും ക്ലോസ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ആളെ അല്ല ഓൺ സ്ക്രീൻ അവർ. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടെ എല്ലാ സെറ്റിലും നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുമല്ലോ. അപ്പോൾ ഈ സെറ്റിൽ സാറായെങ്കിലും ഞാൻ ഫസ്റ്റ് ഡേ സാറിനെ പോയി കണ്ട സമയത്തും സാറ് ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കാൻ പോയപ്പോൾ തന്നെ സാർ മോനെ ഇങ്ങ് വാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇതാണ് സീൻ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം കംഫർട്ടബിൾ. അതെ, ഇപ്പൊ സന്തോഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളും മരിച്ചു പോകുന്ന ഒരു ക്യാരക്ടറാണ് സന്തോഷ് ചേട്ടൻ്റെ മിക്ക ക്യാരക്ടേഴ്സും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ എന്നെ വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞു, അമ്മ ഇന്ന് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോഴേക്കും അത് ആരാ മറ്റേതിൽ മരിച്ചു വന്ന പുള്ളി നമുക്ക് കറക്റ്റ് അങ്ങനെ വരും പറയുന്ന എല്ലാ സിനിമകളും. ഈ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അയ്യോ ഇതിലും മരിക്കുന്ന ക്യാരക്ടറാണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾ കാണുന്നതിലും മനസ്സിലും അങ്ങനെ ഒരു ഇതാണ്. എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഞാൻ ചോദിക്കാൻ വരുന്നതിന് ഇതിൽ അപ്പൊ സസ്പെൻസ് പൊളിയിട്ടുള്ള ഇതിലും മരിക്കുന്നു. മരണം ഒരു ഇതാണല്ലോ, ഒരു സത്യമല്ലേ? നിങ്ങൾക്ക് പേടിയുണ്ടോ മരിക്കാൻ? റിയൽ ലൈഫിൽ എനിക്ക് പേടിയില്ല, പ്രശ്നമില്ലല്ലോ. ഇതിലും മരിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഈ ക്യാരക്ടർ എങ്ങനെയാണ്? ഒരു ഫാമിലിയിലെ ഒരു അച്ഛൻ അമ്മ ആ ഒരു രീതിയിൽ പോകുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ നമുക്ക് ആക്ച്വലി ഈ സിനിമയുടെ ഒരു തീം എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഫാമിലി റിയാലിറ്റിയിൽ ഒരു ഫാമിലിയുടെയും മക്കളുടെയും ഒരു ഉത്തരവാദിത്തം അത് ഏറ്റവും കൂടുതൽ വഹിക്കുന്ന ഒരാളാണ് ആ ഒരു വീട്ടിലെ ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ ആ അത്രയും ഹെവി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു അത്
എന്തൊക്കെ ഇൻപുട്സ് ഇതിന് ആ ക്യാരക്ടറിലേക്ക് ഇടാൻ പറ്റി? അല്ല, ഇപ്പം ധന്യ പറഞ്ഞ പോലെ ഞാനൊരു അച്ഛനാണ്. അതിനപ്പുറം പിന്നെ ജയകുമാർ സാർ, ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഡയറക്ടർ എന്നതിലപ്പുറം ഇപ്പം ഞാൻ ഒരുപാട് സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നാടകമായാലും സിനിമയായാലും. ജയകുമാർ സാർ ഇത് എനിക്ക് തോന്നുന്നു കുറേ മുന്നേ പറഞ്ഞൊരു കഥയാണ്, പക്ഷെ കുറച്ച് വൈകി ഷൂട്ട് ചെയ്യാൻ. ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയപ്പോഴാണ് സാർ ബിസിനസ് മാനാണ്, ഇതിനു മുമ്പ് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലപ്പുറം നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു വലിയൊരു ഫാമിലി മാനാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ ആദ്യം ഞാൻ എടുത്തത് തന്നെ അവിടെ നിന്നാണ്. ഞാനൊരു ഫാമിലി മാനാണ്, ഞാനൊരു അച്ഛനാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും അകലങ്ങളിലിരിക്കാതെ ഏറ്റവും അടുത്തിരിക്കണമെന്ന് ഇപ്പോഴും മോനോടായാലും വീട്ടുകാരോടായാലും അത് പറയുക മാത്രമല്ല കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ് ഞാൻ. ഇപ്പോഴും എല്ലാ പിറന്നാളും വീട്ടിലൊരുമിച്ച് കൂടുന്നു. ഇപ്പോൾ എൻ്റെയൊക്കെ വല്ലപ്പോഴും എൻ്റെ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ഞാൻ എൻ്റെ FBയിൽ ഇട്ട വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയിരിക്കുന്ന വീഡിയോ ഞാൻ അഭിനയിച്ച നാടകമോ സിനിമയല്ല, എൻ്റെ അമ്മ ഉണ്ടാക്കുന്നൊരു പായസമാണ്. പക്ഷേ നിങ്ങളൊന്നും അത് ഒരു പക്ഷേ ശ്രദ്ധിച്ചൊന്നും വരില്ല, നിങ്ങൾക്ക് അതിനപ്പുറം വേറെ ശ്രദ്ധിക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഈ ഒരു ക്യാരക്ടർ എന്നിലേക്ക് ഏൽപ്പിച്ചപ്പോൾ അവിടെ എത്തി ഏറ്റവും ഡയറക്ടർ ഒരു വലിയ ലൗലി മാനാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് മക്കളെ സ്നേഹിക്കുന്നുണ്ട്, മക്കളോട് ശകാരിക്കുന്നുണ്ട്, ഭാര്യയെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നുണ്ട്, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെ ഞാനും തന്നെയും ഭാര്യയും ഭർത്താവായിട്ട് ആക്ട് ചെയ്യണം. പക്ഷെ നമുക്ക് ആദ്യം തന്നെ സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ സാറ് നമ്മോട് സംസാരിക്കുന്ന രീതിയുണ്ട് വളരെ ലവ്ലി. സാറിൻ്റെ മകള് ലൊക്കേഷനിൽ വരും, മനസ്സിലായി. അപ്പോൾ ഇത് ഡ്രഗ്സ് മാത്രമല്ല ഈ സിനിമ, ഡ്രഗ്സിൻ്റെ മാത്രമല്ല ഈ സിനിമ പറയുന്നത്. ഒരു ഫാമിലി എങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ കാലത്ത് പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ഈ അച്ഛനമ്മമാർ മക്കളോട് പറയും, നിങ്ങളാരും ഞങ്ങളെ നോക്കണ്ട, നിങ്ങളുടെ പണി നോക്കി നിങ്ങൾ പോയാൽ മതി. നമ്മൾ ഏറ്റവും റോങ്ങായിട്ട് കൊടുക്കുന്നൊരു മെസ്സേജാണ് അത്. മക്കൾ നോക്കുന്നില്ലെങ്കിൽ, അച്ഛനമ്മമാരെ നോക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ അച്ഛനമ്മമാരെ നോക്കുക? ഏതെങ്കിലും വൃദ്ധസാധനത്തിൽ സ്വാതന്ത്ര്യം, ഫ്രീഡം മക്കൾക്ക് കൊടുക്കുക അത് മാത്രമൊന്നുമല്ല, കൃത്യമായിട്ട് നമുക്കൊരു എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് കൃത്യമായിട്ട്. അതുകൊണ്ട് അച്ഛനമ്മേൻ്റെ കൂടെ തന്നെ താമസിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമുക്കൊരു കൃത്യമായ അച്ഛനും അമ്മയും നോക്കുക എന്ന് പറഞ്ഞ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. അത് ഏത് രീതിയിൽ എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ ഒരു ലെയറായിട്ട് വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അത് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടാം. ഡ്രഗ്സ് മാത്രമല്ല, കേരളത്തിൽ മാത്രമൊന്നുമല്ല ഡ്രഗ്സ്, ഇന്ത്യ മുഴുവൻ. ഇതിന് മുന്നേ പഞ്ചാബ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഡ്രഗ്സ് കൊണ്ട് നശിപ്പിച്ചൊരു സ്റ്റേറ്റാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത എയിം ചെയ്തിരിക്കുന്നത് കേരളമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒക്കെ ചെറിയ പാമ്പുകൾ മാത്രമേ പിടിക്കുന്നുള്ളൂ, വലിയ പാമ്പുകളൊക്കെ മാളത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനോട് അട്രാക്ട് ചെയ്ത് കേരളത്തിൽ നല്ലൊരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും പരസ്പരം സഹായിക്കുന്ന ഒരു മനസ്ഥിതിയൊക്കെ ഇപ്പോഴും കേരളത്തിലുണ്ട്. അതൊന്നും ഇല്ലയെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ കുടുംബങ്ങൾക്കിടയിൽ, കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വല്ലാത്ത തരത്തിലുള്ള ഒരു ഉപഭോഗ സംസ്കാരവും കാര്യവും കയറി വന്ന് മക്കൾ തന്നെ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഇതിലൂടെ ഒരു വീട്ടിൽ പോയപ്പോൾ വൈകുന്നേരം ഒരു ഫംഗ്ഷന് പോയതാണ്. ആ വീട്ടിൽ റെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കണ്ടത് ആ വീട്ടിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പാണ്. എന്തിനാണ്? ചായയുടെ സമയം അറിയിക്കുന്നത്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വീട്ടിൽ റെസ്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അല്ലെങ്കിൽ താഴെ നിന്ന് വിളിച്ചു പറയും, അമ്മ മോനെ വാ, മോളെ വാ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വിളിച്ചു പറയലില്ല. അതുകൊണ്ട് അമ്മമാരും കുറ്റക്കാരാണ്. ഇത് കുട്ടികളെ മാത്രം ഞാൻ കുറ്റം പറയില്ല, കുട്ടികളെ കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല, അല്ലേ? കുട്ടികൾ മാതാപിതാക്കൾ പറയുന്നതും കേൾക്കാൻ തയ്യാറാകുന്നില്ല. നമുക്കാർക്കും കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. ഒരു പ്രസംഗം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല, അല്ലേ? ഞാൻ അത്രയധികം കോളേജുകളിലൊക്കെ പോകുന്ന ഒരാളാണ്. സാറ് കോളേജിൽ അധ്യാപകനാണ്. സാറിന് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഇന്നത്തെ എല്ലാവരും വൈബിലേക്ക് പോവാണ്. ഇപ്പം ഏറ്റവും ഈ പുതിയ കാലത്തുണ്ടായ ഏറ്റവും വലിയ വാക്ക് തന്നെ വൈബാണ്. എന്നെ നോക്കണ്ടേട്ടാ. അദ്ദേഹമൊക്കെ അതിൻ്റെ ആളിനെയാണ്. അല്ല, വൈബിൻ്റെ ആളെന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലല്ല. അല്ല, അതിപ്പോൾ എൻ്റെ മകനെ എല്ലാവരും അതാണ്. പക്ഷെ യഥാർത്ഥ വൈബ് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇവരൊക്കെ അങ്കിൾ എന്ന തന്ത വൈബ് എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തും. പക്ഷെ ഞാൻ പറഞ്ഞൊരു നമ്മളൊക്കെ ഉത്സവപ്പറമ്പിൽ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിട്ട് അവിടെ ആസ്വദിച്ച ആൾക്കാരാണ്. 10,000-കണക്കിന് വരുന്ന പിന്നെ ആൾക്കാർ തടിച്ചുകൂടുന്ന ഗാനമേള കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ നാട്ടിൽ ഒരു ഉത്സവത്തിന് 10,000 ആൾക്കാർ കൂടുന്ന ഗാനമേള എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ, മല്ലിശ്ശേരി എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ഏറ്റവും ഫേമസ് ഇതാണ്.
കൊച്ചിൻ കലാഭവൻ്റെ മിമിക്സ് കാണാൻ വേണ്ടി 10,000 തടിച്ചുകൂടി കണ്ടിട്ടുണ്ട്. ഞാനൊരു നാടകക്കാരൻ കൂടിയാണ്. ഞാൻ 92 ആദ്യമായിട്ട് ഞാൻ ഒരു പ്രൊഫഷണൽ നാടകം കളിക്കാൻ പോയപ്പോൾ കന്യാകുമാരിയിലാണ് സ്റ്റേജ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. 5,000 എന്നല്ല ജനങ്ങൾ, മലയാളവും തമിഴും പറയുന്ന ആൾക്കാരാണ് ഒരു നാടകം കാണാൻ വേണ്ടി. പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട് KPSCയുടെ ഒക്കെ നാടകം അങ്ങനെ വലിയൊരു ജനം. പക്ഷെ 92ൻ്റെ കാര്യം പറയുന്നത്. ഇതെല്ലാം വൈബാണ്. പക്ഷെ ഇന്ന് വൈബിനെ മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ജയകുമാർ സാറിൻ്റെ സിനിമയിൽ വളരെ കൃത്യമായിട്ട് സാറിൻ്റെ മനസ്സിലൊരു ഫാമിലി എങ്ങനെയായിരിക്കണം അതുണ്ടല്ലോ, ആ ഫാമിലിയുടെ അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. ഇത് അതിനകത്തുള്ള എന്ത് പറഞ്ഞാലും നമ്മൾ അച്ഛൻ അമ്മ മക്കൾ ഈ സ്നേഹമൊന്നും എവിടെയും പോവില്ല. അതിനിടെ ബാക്കിയെല്ലാം നമ്മൾ കയറി വരുന്നതാണ് പുതുതായിട്ട്. നമ്മുടെ വസ്ത്രധാരണമായാലും നമ്മുടെ രുചികളായാലും ഈ പറയുന്ന നമ്മുടെ ഇതൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത്രയും ഫുൾ ക്ലീൻ ആവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും മദ്യം വിറ്റ് ഒരു സർക്കാർ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം മദ്യത്തിനെതിരെ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മദ്യം പൂർണ്ണമായിട്ട് ഇപ്പോൾ ഗുജറാത്ത് പോലത്തെ ഒരു സ്റ്റേറ്റ് പൂർണ്ണ മദ്യ നിരോധനം ഉള്ളൊരു സ്റ്റേറ്റാണ്. പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ മദ്യം ഒഴുക്കുന്നത്. പക്ഷെ ഇതിനെതിരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനേക്കാളപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ വരുന്ന ഒരു വലിയൊരു ശിഥിലീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ തിരിച്ചു പിടിക്കാം? അത് നമ്മൾ ഓരോരുത്തരും അത് ഒരുപക്ഷെ ഇതുപോലെ ചില കലാസൃഷ്ടികൾ കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഓപ്പൺ ആവുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഈ ലഹരി എന്നതിലപ്പുറം ഈ ലഹരി കുടുംബജീവിതമായി ഇതിൽ ഒരുപാട് നല്ല നല്ല ഡയലോഗ്സുകളുണ്ട് സാർ എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ സാറിൻ്റെ ജീവിതവുമായി അടുത്ത് ബന്ധപ്പെട്ടതായിരിക്കാം. സാറ് കാണുന്ന ഒരു ബോംബെ ജീവിതമുണ്ട്. പക്ഷെ അതിനപ്പുറം ഇപ്പം സാർ പറഞ്ഞ പോലെ തന്നെയാണ് ബോംബെയിൽ ജീവിക്കുമ്പോൾ കേരളത്തെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഡയറക്ടർ. അദ്ദേഹം ജീവിതം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് ബോംബെയിലാണ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും. പക്ഷേ എൻ്റെ കേരളം അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ അതാണ് വേണ്ടത്. നമ്മൾ ഈ ലോകത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും എവിടെ താമസിച്ചാലും എൻ്റെ അമ്മ, എൻ്റെ നാട്, എൻ്റെ കേരളം, എൻ്റെ മക്കൾ എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമ്മൾ കാത്തു സൂക്ഷിക്കും.